കാലവും സങ്കീർത്തനം 23 നമ്മളോട് പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ ഇടയനായിരിക്കുന്ന ഒരാൾക്കൊരിക്കലും മുട്ടുണ്ടാകത്തില്ലെന്ന്. കാരണം ഈ ഇടയൻ്റെ പ്രത്യേകത ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഇടയനാണ്. ആടുകളെ നടത്തി നല്ല പരിചയമുള്ള ഇടയൻ. ഇതിലെ നടത്തണം, എങ്ങോട്ട് നടത്തണം, എങ്ങനെ പോയാൽ ഈ ആടിൻ്റെ വയറ് നിറയും, എങ്ങനെ ഈ ആടിന് സ്വസ്ഥതയുണ്ടാകും, എങ്ങനെ ഈ ആടിൻ്റെ ജീവിതത്തിലൊരു തണുപ്പുണ്ടാകും, ഏത് കാലാവസ്ഥയിലൂടെ കൊണ്ടുപോകണമെന്നെല്ലാം ഈ ഇടയനറിയാം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് യഹോവ എൻ്റെ ഇടയനാകുന്നു. എങ്ങനെയാണ് ദാവീദിന് മനസ്സിലായെന്ന് ഞാനിങ്ങനെ ഇപ്പോൾ ഈ ദ്വീപിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെയാണ് ദാവീദിനിത് മനസ്സിലായത്? ദാവീദ് അവൻ്റെ ആ സിറ്റുവേഷനിൽ പഠിക്കേണ്ട സമയത്ത്, അപ്പൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ സന്തോഷിക്കേണ്ട സമയത്ത്, ആ ചെറുപ്പത്തിൽ അവൻ അതിനെല്ലാം വിട്ടിട്ട് അപ്പൻ്റെ ആടുകളെ നോക്കുക എന്നുള്ള ജോലി കിട്ടി അങ്ങനെ പോവാണ്. കാട്ടിക്കൂടെ നടന്ന് അവനെ ഇങ്ങനെ ദൈവം ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവനറിയാം അപ്പൻ തന്നിരിക്കുന്ന ആടിനെ സൂക്ഷിച്ചു കൊണ്ട് ചെല്ലണമെന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്തമാണെന്ന്. അവനതിന് വേണ്ടിയിട്ട് രാത്രിയും പകലും വെയിലിലും മഴയിലും എല്ലായിടത്തും ശത്രുക്കളിൽ നിന്നൊക്കെയും ആ ആടിനെ ഇങ്ങനെ രക്ഷിച്ച് ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടേയിരുന്നു. പലപ്പോഴും ദാവീദിന് വീട്ടിലെ ചേട്ടന്മാരെ, അല്ലെ വീട്ടിലെ ചുറ്റുമുള്ളവരെ, വീട്ടിലെ ആഹാരത്തെയൊക്കെ ഓർത്ത് പലപ്പോഴും സങ്കടം വരും. പലപ്പോഴും തോന്നും, ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ വന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാറാത്തത്? ഇങ്ങനെ ദാവീദ് ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പം ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ പാറയുടെ മുകളിൽ ഇങ്ങനെ, ഇപ്പം ഞാനിങ്ങനെ കയറിയിരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു പാറയുടെയൊക്കെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കും ദാവീദ് ഇങ്ങനെ കയറി ഇരുന്നിട്ട് താഴെ ആ നല്ല പച്ചപ്പുള്ള പുല്ലിലൂടെ തിന്നു നടക്കുന്ന ആടിനെ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ താൻ മുകളിലോട്ട് ഇങ്ങനെ നോക്കും, ആകാശത്തിലേക്ക്. തനിക്ക് മുകളിലാക്കി വെച്ചിരിക്കുന്ന ആടിനെ ഞാൻ ഇത്രത്തോളം ദിവസം സൂക്ഷിച്ചു, സിംഹത്തിൻ്റെ വായിൽ നിന്ന്, കരടിയുടെ വായിൽ നിന്നൊക്കെയും രക്ഷിപ്പാൻ തക്കവണ്ണം എനിക്ക് ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മുകളിലുള്ള എൻ്റെ ഇടയന് എത്ര മനസ്സുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ദാവീദ് ആ പാറയുടെയൊക്കെ പുറത്ത് കയറിയിരുന്ന് പാടുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ലെന്ന്. ദാവീദിൻ്റെ ഇടയനായിട്ട് ദാവീദ് ദൈവത്തെ അങ്ങ് കാണുവാണ്. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പാടുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ദാവീദ് ഇങ്ങനെ പാടുമ്പം ഈ താഴെ നിന്നുകൊണ്ട് ആടുകളെല്ലാം ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നുണ്ടായിരിക്കും. ഇന്നെന്നാ പറ്റിയടാ ഈ നമ്മുടെ ഇടയന് ഭയങ്കര സന്തോഷം? സാധാരണഗതിയിൽ ഇടയൻ സന്തോഷിക്കേണ്ടതല്ലല്ലോ. കാരണം അപ്പനും അമ്മയും എല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഇങ്ങനെ കാട്ടിക്കൂടെ നടക്കുവാണ് നാളുകളായി അപ്പനും അമ്മയൊക്കെ കണ്ടിട്ട്. പക്ഷെ ഇവൻ സന്തോഷിക്കേണ്ടതല്ലല്ലോ. എന്തുകൊണ്ടാണ്? ഇവൻ തൻ്റെ ഹാർപ്പ് എടുത്തിട്ട് പാടാൻ തുടങ്ങും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ലെന്ന്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ലെന്ന്. നിങ്ങൾക്കും പറയാൻ പറ്റും കേട്ടോ. എന്തോ സംഭവിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം. തൻ്റെ പ്രതികൂലത്തിൽ ഈ കാട്ടിൽ നിന്നൊരിക്കലും പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞ് ജീവിതം മൊത്തം ഈ ആടിനെ നോക്കി തീരുമെന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ അവൻ്റെ മുകളിലുള്ള യഹോവയായ ഇടയനെ സ്വന്തം ഇടയനാക്കി മാറ്റുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ബൈബിളിലൊരു വാക്യമുണ്ട് സങ്കീർത്തനത്തിൽ, അവൻ ആകാശം ചായിച്ചിറങ്ങി വന്നു തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. ഈ കുഞ്ഞു പിള്ളേരൊക്കെ സ്ലൈഡറെ കയറത്തില്ലേ സ്കൂളിൽ? സ്ലൈഡറെ കയറിയിട്ട് സ്ലൈഡറെ ഇങ്ങനെ താഴോട്ട് ഊർന്നിറങ്ങി വരുന്നത് പോലെ യഹോവ ഇടയനായിരിക്കുന്ന ദാവീദിൻ്റെ ദൈവമായ യഹോവ ദാവീദിന് വേണ്ടിയിട്ട് ആകാശം ചായിച്ച് ഒരു സ്ലൈഡറിൽ കൂടെ ഇറങ്ങി വരുന്ന പോലെ അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. പിന്നെ അവൻ പാടുവാണ് മുന്നോട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട്, പ്രവചനാത്മാവിൽ അവൻ പാടുവാണ്, ഞാൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടക്കും, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുമെന്ന്. തണുപ്പ് എനിക്ക് കിട്ടുമെന്ന്. എനിക്ക് തണുപ്പുണ്ടായി വരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഈ തിളച്ചു മറിയുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിലും
തീർന്നു പോകുമെന്ന് പറയുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിലും എനിക്ക് നല്ല ഇടയനുള്ളത് കൊണ്ട് എൻ്റെ പ്രാണന് തണുപ്പുണ്ടാകും. നിശ്ചയമായിട്ടും എൻ്റെ പ്രാണൻ തണുപ്പ് കിട്ടും എൻ്റെ പ്രാണന്. ഞാനതുകൊണ്ട് നിങ്ങളെ നോക്കി പറയട്ടെ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഈ ഇടയനിൽ നമുക്ക് പറയാൻ പറ്റും ഉറപ്പോടെ, യഹോവ എൻ്റെ ഇടയനാ, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന്. നിൻ്റെ ആരോഗ്യത്തിൽ നിനക്ക് മുട്ടുണ്ടാകത്തില്ല, നിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിനക്ക് മുട്ടുണ്ടാകത്തില്ല, നിൻ്റെ സമ്പത്തിൽ നിനക്ക് മുട്ടുണ്ടാകത്തില്ല, നീ പോകുന്ന ഒരിടങ്ങളിലും നിനക്ക് മുട്ടുണ്ടാകത്തില്ല. കാരണം യഹോവ നിൻ്റെ ഇടയനായിരിക്കുന്നത് കൊണ്ട്. മഹാധനവാനും മഹാസമ്പന്നനുമായ ഒരു ഇടയനാണ് നിൻ്റെ ഇടയൻ. ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഇടയനാണ് നിൻ്റെ ഇടയൻ. നീ ദാവീദ്, ഈ ലോകത്തിലെ ഒരു മനുഷ്യനായ ദാവീദ് തൻ്റെ ആടുകളെ ഒരു സിംഹത്തിനും ഒരു കരടിക്കും വിട്ടുകൊടുത്തില്ല. അതിൻ്റെ വായിൽ ചെന്നിട്ട് അതിനെ വിടുവിച്ചെങ്കിൽ നിശ്ചയമായിട്ടും യഹോവ ദൈവമായിരിക്കുന്ന, യഹോവ ഇടയനായിരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ നിനക്കിതിലൊന്നും വിശ്വാസമില്ലായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കൊന്ന്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, നിങ്ങളൊന്ന് അനുഭവിച്ച് നോക്ക്. വർഷങ്ങളായിട്ട് ഉത്തരം കിട്ടുന്നില്ല, പക്ഷെ നിങ്ങളെ നടത്തുന്ന നല്ലൊരു ഇടയനെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ടേസ്റ്റ് ചെയ്തറിയും. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്ത നല്ലൊരു ഇടയനെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ടേസ്റ്റ് ചെയ്തറിയും. നിങ്ങളുടെ മുകളിൽ കിടക്കുന്ന സകല അപവാദങ്ങളെയും മാറ്റി അവൻ മാനത്തിന് വേണ്ടിയിട്ട് അത് വഴിയായിട്ട് ഉപയോഗിക്കും. യോസഫ് കാരാഗ്രഹത്തിൽ കിടന്നപ്പം അവനെ അവിടുന്ന് പൊക്കിയെടുത്തതുപോലെ എന്നെ കേൾക്കുന്ന പല കുടുംബങ്ങളെയും ദൈവം ആയിരിക്കുന്ന കുഴിയിൽ നിന്ന്, ആയിരിക്കുന്ന കാരാഗ്രഹത്തിൽ നിന്ന്, ആയിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് നിങ്ങളെ അവൻ പൊക്കിയെടുത്ത് പാറമേൽ ഉറപ്പിക്കാൻ പോവാം. കാരണം ദൈവം വാക്ക് പറഞ്ഞിട്ട് മാറുന്ന കർത്താവല്ല. അവൻ ബലമില്ലാത്തവന് ബലം പകരുന്ന കർത്താവാണ്. ക്ഷീണിച്ചിരിക്കുന്നവന് ബലം പകരുന്ന കർത്താവാണ്. അപ്പോൾ അതിന് മുമ്പോട്ടുള്ള വാക്യങ്ങളൊക്കെ ഭയങ്കര അതിശയമായിട്ടുള്ള വാക്യങ്ങളാണ്. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുക. ഞാൻ തീർന്നു പോകുമെന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയിൽ, ഇവിടം കൊണ്ട് ഞാൻ പൂട്ടിയെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് യഹോവ ഇടയനായിരിക്കുന്ന, അല്ലെങ്കിൽ എന്നെ നടത്തുന്ന എൻ്റെ ഇടയൻ എനിക്ക് വേണ്ടിയിട്ട് ആ സാഹചര്യത്തിൽ എനിക്ക് നല്ലൊരു മേശ, എൻ്റെ ശത്രുക്കൾ കാങ്കെ ഇതെങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞ് അവന്മാരുടെ മുമ്പിൽ ഒരു ആശ്ചര്യ ചിഹ്നമാക്കി എന്നെയും നിങ്ങളെയും മാറ്റുന്നൊരു നല്ല ഇടയനെക്കുറിച്ചാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നീ റൂമിൽ കയറിയിട്ട് തീർന്നു പോകാനാണോ വിചാരിച്ചിരിക്കുന്നത്? നീ തീർന്നു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ അതികഠിനമായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയുമ്പോഴേ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേങ്കിൽ പല്ലുവേദന വന്നവനെ പല്ലുവേദനയുടെ വില അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലാണ് നിങ്ങളുടെ വേദന സ്വർഗം അറിയുന്നു. നിങ്ങൾ ഇതിനകത്ത് കൂടെ കടത്തി വിടുമ്പോഴും അവൻ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ട് ആ മോറിയ മല കയറുമ്പോൾ അബ്രഹാമിൻ്റെ ഉള്ളിൽ മൊത്തം ഇളകി മറിയുമായിരുന്നു. ദൈവമേ, എനിക്ക് ആകപ്പാടെ കിട്ടിയിരിക്കുന്ന ഒരു മകനെ ഞാൻ ബലി അർപ്പിക്കാൻ പോകും. അബ്രഹാം മോറിയ മലയുടെ ഇങ്ങേ ചരിവിലൂടെ തൻ്റെ പുത്രനെ ബലി അർപ്പിക്കാൻ കയറുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ആ മലയുടെ അങ്ങേ സൈഡിൽ കൂടെ അവനുള്ള ഉത്തരവും ആ മോറിയ മലയുടെ ഉത്തരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരാടെന്ന രൂപേണ. അല്ലയോ അബ്രഹാമേ, നീ തീർന്നെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിനക്ക് വേണ്ടിയിട്ടൊരു ഉത്തരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നല്ല ഇടയനെ നീ ദിവസങ്ങളിൽ കാണും യേശുവിൻ്റെ നാമത്തിൽ. മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ ഇടയൻ്റെ വടിയുടെ പ്രത്യേകതയാണ് അത് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട്, എന്നെ അതിൻ്റെ അഗ്രം തൊട്ടുകൊണ്ട്, വടിയുടെയൊക്കെ സൈഡ് ഇങ്ങനെ തൊട്ടുകൊണ്ട് എന്നെ നേരായ പാതയിൽ നടത്താനായിട്ട് ആ വടി ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ആ വടി എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ പ്രൊട്ടക്റ്റും ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമ്മുടെ കാലിന്, നമ്മുടെ പാതയ്ക്ക് പ്രകാശവും വഴിയുമാണ്. വചനം ജീവനാണ്. നിങ്ങളെവിടെയെങ്കിലും സ്റ്റക്കായിട്ടായിരിക്കുന്നതെങ്കിൽ, വഴി കാണുന്നില്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ അകത്തളങ്ങളിൽ റൂമിൽ കയറുക. നിശ്ചയമായിട്ട് നിങ്ങൾ പുറത്തു വരുമ്പോൾ ആ വചനം നിങ്ങൾക്ക് വഴിയായിത്തീരുന്നത് നിങ്ങൾ കാണും. ഞാൻ ഈ പകൽക്കാലത്ത്, ഈ പ്രഭാതത്തിൽ ഈ നദിയിലേക്കൊക്കെ നോക്കി പറയട്ടെ, നിങ്ങളിങ്ങനെ പരന്നൊഴുകുക യേശുവിൻ്റെ നാമത്തിൽ.
യഹോവ ഇടയനായിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. കാരണം യഹോവ ഇടയനായിരിക്കുന്ന ആ ആടുകളെ ഒരിക്കലും കൈവിടാത്തൊരു നല്ല ഇടയനെയാണ് നിങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടായി വരും. നിങ്ങൾ നന്മ കാണും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും തഴയ്ക്കും. നിങ്ങളൊരു അനുഗ്രഹമായി തീരും. തീർന്നു പോകത്തില്ല കേട്ടോ. കാണുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതം തകർന്നു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഡോക്ടർമാർ വിധി എഴുതി വച്ചിരിക്കുന്ന സകല വിധികളെയും മാറ്റിമറിക്കാൻ യേശുവെന്ന നല്ല ഡോക്ടർക്ക് സാധിക്കും. യേശുവിൻ്റെ മുമ്പിൽ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ കുറഞ്ഞു പോകത്തില്ല. നിങ്ങൾ കടന്നുപോയ സകല ഇടങ്ങളിലൂടെയും സകല പ്രശ്നങ്ങളിലൂടെയും സകല പ്രയാസങ്ങളിലൂടെയും നമുക്ക് മുമ്പേ ഒരു മഹാപുരോഹിതൻ കടന്നു പോയിരിക്കുന്നു എന്ന് എബ്രായ ലേഖന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അവൻ കടന്നു പോയതുകൊണ്ട് അവന് നമ്മുടെ സകല കാര്യങ്ങളും അറിയാം. നമുക്ക് അവൻ കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, എൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ ആയിരിക്കുന്ന ഈ പത്മോസിൻ്റെ അനുഭവത്തിൽ നിന്ന് നീ എന്നെ വലിയ വെളിപ്പാടിലേക്ക്, വലിയ ദർശനത്തിലേക്ക്, വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നതിനായിട്ട് നന്ദി. ചുറ്റുമുള്ളവരെ പ്രാകുവോ ചുറ്റുമുള്ളവർക്കെതിരായിട്ട് നീ കാരണം ഇങ്ങനെ സംഭവിച്ചെന്നൊന്നും പറയാതെ കണ്ട് യഹോവ ദൈവമായിരിക്കുന്ന നിങ്ങൾ യഹോവ ദൈവമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുക. ഞാൻ പുറത്തു വരും. ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരും. കാരണം യഹോവ എൻ്റെ ഇടയനാണ്. എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. കാരണം യഹോവ എൻ്റെ ഇടയനാണ്. ഞാൻ വാരി വിതറി, ഞാൻ വർദ്ധിച്ച് പെരുകും. അതര ഫലത്താൽ ഉദരം നിറയുന്നെന്ന് സദൃശവാക്യ കർത്താവ് നമ്മളോട് പറയുന്നത് ഉണ്ടെങ്കിൽ വചനം സത്യമായതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരും. നിങ്ങളുടെ വായിൽ അവൻ പുതിയ പാട്ടിനെ നിറയ്ക്കും. നിങ്ങളുടെ നാവിൽ അവൻ ചിരിയെ നിറയ്ക്കും. നിങ്ങളൊരു അനുഗ്രഹമായി തീരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ കേൾക്കുന്ന ഓരോരുത്തരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇവർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഇവർ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടക്കട്ടെ. ഇവർക്ക് യഹോവ ഇടയന. ഇവരുടെ ഹൃദയത്തിൽ സമാധാനം നിറഞ്ഞു കവിയട്ടെ. ഇവരുടെ ഹൃദയം തണുക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇവരുടെ മക്കളുടെ നന്മ കണ്ട് ഇവരുടെ ഹൃദയം തണുക്കട്ടെ. ഇവരുടെ അപ്പനമ്മമാർ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ നന്മ കണ്ട് സന്തോഷിക്കട്ടെ. ദേശങ്ങളിലേക്ക് ഇവരുടെ മഹത്വം വർദ്ധിക്കട്ടെ. രാജാക്കന്മാർ ഇവരുടെ വെളിച്ചത്തിലേക്ക് കടന്നു വരട്ടെ. ഇവരും ഇവരുടെ തലമുറ ഒരു അനുഗ്രഹമായിരിക്കട്ടെ. യഹോവ ഇവർക്കിടയനായിരിക്കട്ടെ. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇവർ മുൻപോട്ട് പോകട്ടെ. ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവ് വീണ്ടും ഞങ്ങളെ കൊണ്ടുപോകും, മുന്നോട്ട് ഉയർത്തും, ഞങ്ങളുടെ തല ഉയരുമാറാക്കും. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജയഘോഷം കൊള്ളും. ഞാൻ നിങ്ങളെ നോക്കി ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ സംസാരിക്കേണ്ട സമയമുണ്ട്. ആവശ്യമില്ലാത്തൊന്നും സ്വന്തം ജീവിതത്തെ നോക്കി പറയാതിരിക്കുക. മുൻപോട്ട് വഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും ഒരു നെഗറ്റീവും പറയാതിരിക്കുക. എപ്പോഴാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്? അത് സങ്കീർത്തനത്തിൽ കണ്ടപ്പോൾ എനിക്ക് അത് വളരെ അതിശയമായിട്ട് തോന്നി. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചെന്ന്. നിങ്ങൾക്ക് ധ്യാനത്തിങ്കൽ തീ കത്തണം. അകത്തളങ്ങളിൽ പ്രാർത്ഥനാ റൂമിൽ കയറിയിരുന്ന് നിങ്ങളുടെ ധ്യാനത്തിങ്കൽ തീ കത്തട്ടെ. ഒരു ഫയർ അനോയിൻറ്റിങ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ധ്യാനത്തിങ്കൽ തീ കത്തുമ്പം നിങ്ങൾ ചിലത് നാവെടുത്ത് സംസാരിക്കും. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ അവസ്ഥകളെ പൊട്ടിച്ചുകൊണ്ട്, നിൻ്റെ ബൗണ്ടറികളെ പൊട്ടിച്ചുകൊണ്ട്, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എരികോ കോട്ടകളെ വീഴിച്ചുകൊണ്ട്, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജോർദാനെ രണ്ടാക്കിക്കൊണ്ട്, നിൻ്റെ ധ്യാനത്തിങ്കൽ കത്തുന്ന തീയിൽ നിന്നുണ്ടാകുന്ന നിൻ്റെ സംഭാഷണം, നിൻ്റെ നാവെടുത്ത് സംസാരിക്കുന്ന ആ ക്ലൈമറ്റിൽ നീ എടുത്ത് സംസാരിക്കുന്ന നിൻ്റെ സംസാരം നിൻ്റെ മുമ്പിൽ വഴികളെ തുറക്കും യേശുവിൻ്റെ നാമത്തിൽ. നീ അക്കരെ കടക്കും, നീ തപ്പെടുത്ത് ആർക്കും യേശുവിൻ്റെ നാമത്തിൽ. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുത്ത് വരത്തില്ല, ഒരു ദോഷവും നീ കാണത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളൊരു അനുഗ്രഹമായിത്തീരും, നിങ്ങളൊരു നന്മയായിത്തീരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊത്ത് സന്തോഷിക്കും. നീ നിൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യുമല്ല, ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്ന അനേകരെ നിങ്ങൾ ആത്മഹത്യയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ അനേകർക്ക് ഒരു ജീവനായിത്തീരും. ജീവൻ്റെ ഉറവ നിങ്ങളിൽ നിന്ന് പുറത്തു വരും. ഞാൻ നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളൊരു അനുഗ്രഹമായിത്തീരും.
ആമേൻ.